എന്തെങ്കിലും വിലയുണ്ടോ എൻ്റെ ജീവിതത്തിൽ? നീ എന്താ ഈ പറയുന്നത്? ഞാൻ ഈ കുടുംബക്കാരോടൊക്കെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? എങ്ങനെ ഞാൻ അവരുടെയൊക്കെ മുഖത്ത് നോക്കുക? നീ സെൽഫിഷ് ആവില്ലേ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാളെ ഒരു തല കുറിച്ച് നിൽക്കുന്ന എനിക്ക് പ്രശ്നമല്ല. സാർ, ചായ. എന്താ ഇത്? ചായ എന്ന് എഴുതി വെക്കണമല്ലോ. പതുക്കെ പോ. ഈ ആടിൽ നിന്ന് പയ്യെ പൊക്കൂടെ? കയറ് വലിച്ചു വലിച്ച് കൈ ആകെ പൊട്ടലായി. കൈ പൊട്ടിയെങ്കിൽ ആടിൻ്റെ കഴുത്ത് എപ്പോഴും മുറിഞ്ഞു കാണുമല്ലോ. വെട്ടാനുള്ളതല്ലേ, എന്തായാലും. ഒരാട് ഓടിപ്പോയാൽ എന്ത് ചെയ്യും? നമുക്ക് പുറകെ ഓടി പിടിക്കാൻ പറ്റാത്ത ഓട്ടമൊന്നും ഒരാടും ഓടത്തില്ല. പിന്നെ കയറിനും നല്ല നീളമുണ്ടല്ലോ. എന്നാലും ഓടിപ്പോയാൽ പുറകെ ഓടും അല്ലേ? വേണമെങ്കിൽ അങ്ങനെ പറയാം.
അല്ല അവളിത് എന്തുദ്ദേശിച്ച? ഇനി ആരും ഒന്നും അറിയാൻ ബാക്കിയില്ല. ഇന്നലെ അപ്പുറത്തെ ഡോക്ടറുടെ ഭാര്യ എന്നോട് ചോദിക്കാണ്, ഇവളാ പൊലഞ്ചക്കനെ പ്രേമിച്ചു തുടങ്ങിയ പിന്നെയാണ് അവളുടെ പേര് നമ്മുടെ തറവാട്ട് പേരെടുത്ത് മാറ്റിയെന്ന്. ഇതിനൊക്കെ എന്ത് മറുപടി ചേട്ടാ ഞാൻ കൊടുക്കണ്ടേ? അല്ല അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ തോന്നിയമാതിരി കറങ്ങി നടക്കാനും വല്ല നാട്ടിൽ വിട്ട് പഠിപ്പിക്കാൻ നിന്നതൊക്കെ ചേട്ടൻ. എന്നിട്ട് അവൾ ചെയ്ത് കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് നാട്ടുകാരോട് മറുപടി പറയേണ്ടതില്ല. അതൊന്നും പങ്കില്ലാത്ത ഞങ്ങളും. ചേട്ടാ ഈ ഒരു കൊച്ചു വളർന്നു വരുന്നുണ്ട്, ഇവക്ക് നല്ലൊരു ബന്ധം കിട്ടുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? എങ്ങനെയാ ചേട്ടാ അവൾക്ക് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നണേ? എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ചേട്ടൻ അവൾക്ക്? ചേട്ടത്തി മരിച്ചതിന് ശേഷം ചേട്ടൻ വേറെ കല്യാണം കഴിച്ചോ? ഒക്കെ അവൾക്ക് വേണ്ടിയായിരുന്നില്ലേ? അതൊക്കെ പോട്ടെ, നമ്മുടെ അമ്മ കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത് വളർത്തിയത് അവളെയാ. അതെങ്കിലും ഓർത്തു അവള്. ചേട്ടത്തെ ഒന്നും കാണാൻ നിന്നില്ല, നന്നായി. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത വല്ല ആത്മഹത്യം ചെയ്തേനെ പാവം. ചേട്ടൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ലോണം ഇരുന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇറങ്ങാണ്, ചേച്ചിയുടെ അവിടെയും കൂടി കയറണം. ചേട്ടനെ വിളിച്ചിട്ട് രാവിലെ തുടങ്ങി ഫോൺ എടുക്കണ്ടായില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ചേച്ചി. ചേട്ടൻ്റെ ഈ മൗനസമ്മതം കാരണമാണ് അവൾ ഈ അഹങ്കാരം മൊത്തം കാണിച്ചു കൂട്ടണമെന്ന് ഉറപ്പാ ചേച്ചി. നാളെ ഇങ്ങോട്ട് വരണം, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണ്ടായിരുന്നു അവിടെ ഇരുന്ന്. നിങ്ങൾ ഇറങ്ങാണ് കേട്ടോ. അതെ, പിന്നെ അവളെ ആ ചക്കനെ തന്നെ കെട്ടാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തറവാട്ടിൽ നിന്നൊരു ചില്ലിക്കാശിന്റെ വിഹിതമൊക്കെ കിട്ടില്ല കേട്ടോ. അവളേക്കാ വാശിയില്ല ചേച്ചി. അതിപ്പോ എന്തായാലും നാളെ കാണുമ്പോൾ മനസ്സിലായിക്കോളും. വാ. നാളെ വരണ്ട, എനിക്കൊരിടം വരെ പോകാനുണ്ട്. ഹലോ അതിഥി, ഈ ഒറ്റപ്പെടൽ അത്ര സുഖമുള്ള ഒരു കാര്യമൊന്നും അല്ല. പ്രേമിച്ച ആളെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ ജയിച്ചു എന്നും ഇനി വേറെ ആരും വേണ്ടാന്നൊക്കെ തോന്നും. പക്ഷെ അതങ്ങനെയൊന്നും അല്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുമ്പോൾ ഓടി വരാൻ ആൾക്കാർ വേണം. കുടുംബം കൂടെയുള്ളതിൻ്റെ ഒരു സുഖം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ എവിടുന്ന് വരുന്ന ഉപദേശങ്ങളാച്ചാ? ചെറിയച്ഛനെ വല്യമ്മയെ വല്ലതും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെ ഉണ്ടല്ലോ കേട്ടിട്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഭാവിയിൽ ഒറ്റപ്പെട്ടു ഒന്നും എനിക്ക് തോന്നരുത്. അല്ല, ഈ കുടുംബക്കാരൊക്കെ എപ്പോഴാണ് നമ്മളെ തിരക്കി വരാൻ തുടങ്ങിയത്? അമ്മയില്ലാത്ത പെങ്കുച്ചിനെ വളർത്താൻ അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടപ്പോൾ ഇവരെ ആരും ഇവിടെ കണ്ടില്ലല്ലോ. 16ന്റെ പായസം കഴിച്ച് ആ വഴി പോയ ആൾക്കാരെ ഇപ്പം കുടുംബസ്നേഹം തറവാട്ട് മഹിമയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അച്ഛൻ അവരോടൊക്കെ പോവാൻ പറ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി വല്ലതും ചോദിച്ചൂടെ അച്ഛന്? നാളെ അവരൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ സംസാരിക്കാൻ. എങ്ങനെ ഞാനും വരാം, എനിക്കുണ്ട് സംസാരിക്കാൻ. ഒന്നുമില്ലല്ലോ, എന്റെ ലൈഫിനെ പറ്റി ഇത്രയും കൺസേൺ ആയിട്ടുള്ള ആൾക്കാരല്ലേ. അച്ഛന് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ വെച്ചേക്കുവാ. നാളെ കാണാം.